الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലൊരു ഓൺലൈൻ സംവിധാനത്തിൽ കൂടി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന ഒരു ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, സുദീർഘമായി പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നില്ല. എനിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം നോമ്പ് തുറക്കേണ്ട സമയവും അടുത്തു വരികയാണ്. എന്തായാലും ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും മുഹറത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ നോമ്പിനെ കുറിച്ചുമൊക്കെ. എന്നിരുന്നാലും ഇവിടെ വെറുതെ റെക്കോർഡ് വെച്ച് ടൈം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മൈക്കെടുത്തതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, ഇസ്ലാമിക കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമാകുന്ന മുഹറം മാസം, ആ മുഹറം മാസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ആ മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ആദരവുകൾ കൊടുത്ത മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം എന്നുള്ളത്. ആ മുഹറം മാസത്തിൽ നോമ്പ്, പ്രത്യേകിച്ച് മുഹറം 10 ദിവസം, മുൻകഴിഞ്ഞതായ പ്രവാചകന്മാരുടെ ജീവചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ മുഴുവൻ പ്രവാചകന്മാർക്കും അവരുടെ വിജയത്തിന് കാരണമായ ഒരു ദിവസം കൂടിയാണ് മുഹറം 10 ദിവസം എന്നുള്ളത്. മഹാനായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിൽ താമസിക്കാൻ ആദം നബിയോട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നഹ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നഹ, ഹേ ആദമേ, ആദം നബിയെ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി സ്വർഗത്തിൽ താമസിക്കൂ. നിങ്ങളും നിങ്ങളുടെ ഇണയും കൂടി സ്വർഗത്തിൽ താമസിക്കൂ. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, ഇഷ്ടം പോലെ നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷിച്ചോളൂ സ്വർഗത്തിൽ നിന്ന്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, വലാ തഖറബാ ഹാദിഹി الشجرة, ഈ കാണുന്ന മരത്തിനോട് നിങ്ങൾ അടുത്തു പോവല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ അടുത്തുപോയാൽ നിങ്ങൾ അക്രമം കാണിച്ചവരാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആദം നബിയോട് പറഞ്ഞ കാര്യം അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് വിപരീതമായി കൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് ആദം നബിയെ പ്രകോപിക്കുകയാണ്. ആദം നബിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ആദം നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഈ കാണുന്ന മരത്തിനോടടുക്കരുതെന്ന് പറഞ്ഞത് ആ മരത്തിലുള്ള പഴം ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ മലക്കാവുമെന്ന് ഭയന്നുകൊണ്ടാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് വല്ലാണ്ട് ആഗ്രഹമായി, അപ്പഴം ഭക്ഷിച്ചാൽ മലക്കാവാമല്ലോ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ പഴം ഭക്ഷിച്ചു. ആദം നബിയും ഹവ്വാ ബീവിയും പൂർണ്ണമായും ഭക്ഷിച്ചു. ആദം നബി ഭക്ഷിക്കാൻ തയ്യാറെടുപ്പ് നടത്തി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് രണ്ടുപേരെയും അള്ളാഹു നീക്കുകയാണ്.
വർഷങ്ങളോളം അല്ലാഹുവിനോട് ദുആ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ അക്രമം കാണിച്ചു റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു താ റബ്ബേ, പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളായി തീരും റബ്ബേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ തൗബ സ്വീകരിക്കുന്നത് ഒരു മുഹറം 10 ദിവസത്തിലാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഉന്നതമായ സ്ഥാനം കൊടുത്തത് മുഹറം 10 ദിവസത്തിലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ദീനീ ദഅവത്ത് നടത്തിയിട്ട് വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് അവിടേക്ക് വന്നത്, ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം അല്ലാഹുവിനോട് പറഞ്ഞല്ലോ, റബ്ബേ, ഇനി അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നശിപ്പിച്ചു കളയാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു ജലപ്രളയം തന്നെ കൊടുത്തുകൊണ്ട് അല്ലാഹു അവരെ നശിപ്പിക്കുകയാണ്. 40 വർഷം ആ ജനതയെ അല്ലാഹു വെള്ളമില്ലാതെ മഴയില്ലാതെ പരീക്ഷിച്ചു. അവസാനം അല്ലാഹുവിന്റെ അടുക്കലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ ജനതയതാ നൂഹ് നബിയുടെ അടുക്കൽ വരികയാണ്. വന്നുകൊണ്ട്, നൂഹേ, നീ വലിയ പ്രവാചകനാണല്ലോ, ഞങ്ങൾക്ക് വെള്ളം തരാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഉടനെ നൂഹ് നബി പറഞ്ഞു, വെള്ളം കിട്ടാൻ, മഴ കിട്ടാൻ വഴിയുണ്ട്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കൽ തേടൂ. എന്നിട്ടോ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് മഴ അല്ലാഹു നൽകുന്നതാണ്. ഉടനെ ഖൗമ് പറഞ്ഞു, അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്തിട്ടുള്ള മഴയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹ് പറഞ്ഞത് മിദ്റാറ എന്ന പ്രയോഗമാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം തരുമെന്നാ പറഞ്ഞത്. പക്ഷേ അത് ധിക്കരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളത്തിനെ ഇറക്കി ഭൂമിയിൽ നിന്നും വെള്ളം ഉറവെടുത്തു. ആ 2 വെള്ളം കൂടിയിട്ട് വലിയൊരു ജലപ്രളയമായി മാറി. നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും നൂഹ് നബി ഉണ്ടാക്കിയതായ ആ കപ്പലിൽ കയറി രക്ഷപ്പെടുന്നു. ശത്രുക്കളെല്ലാവരും മുങ്ങി നശിക്കുന്നു. ഈ സംഭവം നടന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ജൂദി പർവ്വതത്തിൽ തന്റെ കപ്പൽ നങ്കൂരം ഇട്ടത് മുഹറം 10 ദിവസത്തിലാണ്. മഹാനായിരിക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ പുറപ്പെട്ടതിന്റെ പേരിൽ കപ്പലിൽ നിന്ന് കടലിൽ എറിയപ്പെടേണ്ടി വന്നതായ മഹാനായിരിക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ എറിയപ്പെട്ടപ്പോൾ ഒരു വലിയ മത്സ്യം വന്നുകൊണ്ട് വിഴുങ്ങിപ്പോയി. വർഷങ്ങളോളം യൂനുസ് നബി അലൈഹിസ്സലാം വയറ്റിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇങ്ങനെ ദുആ ചെയ്ത അവസാനമതാ ഒരു മുഹറം 10 ദിവസം ആ മത്സ്യമതാ പുറത്തേക്ക് കൊണ്ടുവന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് കരയിലേക്ക് തുപ്പിക്കളഞ്ഞു. ഇത് സംഭവിച്ചത് മുഹറം 10 യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതായപ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് തന്റെ കാഴ്ച തിരിച്ചു ലഭിച്ചതും മുഹറം 10 ദിവസത്തിലാണ്. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും വിജയത്തിന്റെ രഹസ്യമെടുത്ത് പരിശോധിക്കുമ്പോ, പ്രവാചകന്മാരുടെ വിജയത്തിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് മുഴുവനും നടന്നിട്ടുള്ളത് മുഹറം 10 ദിവസത്തിലാണ്. നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയ ഞാനാണ് മേലെയായ റബ്ബെന്ന് വാദിച്ച, അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ചതായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔനിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ആണിക്കാരനായ ഫിർഔൻ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ആ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്നും ഒരു തീജ്വാല അതിവേഗതയോടുകൂടി എത്തുകയാണ്. ആ തീജ്വാല ആളിപ്പടർന്നുകൊണ്ട് ഇസ്രായേലിയരുടെ അല്ലാത്തതായ മുഴുവൻ വീടുകളും കത്തിയമരുകയാണ്. ഖിബ്തുകളൊക്കെയും ശക്തമായ തീയിൽപ്പെട്ട് വെന്ത് മരിക്കുകയാണ്.
ഈ സ്വപ്നം കണ്ടുകൊണ്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഞെട്ടിയുണരുകയാണ്. ഒരർത്ഥനാദത്തോടുകൂടെ ഫിർഔൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നുകൊണ്ട് അയാൾ ചുറ്റുഭാഗത്തുള്ളതായ ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു. അവരൊരേ സ്ഥലത്തിൽ അതിന് വ്യാഖ്യാനം പറയുകയാണ്. പ്രഭു, ഇത് സത്യമാണ്. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് പറയുകയാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഈ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ഒരു മഹാവിപത്ത് വരാനിരിക്കുന്നു. ഇസ്രായേലിൽ ഒരു കുഞ്ഞ് പിറക്കുന്നതാണ്. ആ കുഞ്ഞ് അങ്ങയുടെയും രാജ്യത്തിന്റെയും അന്ത്യം കുറിക്കുമെന്ന് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് ആ ജ്യോത്സ്യന്മാര് പറഞ്ഞപ്പോൾ ഉടനെ ഫിർഔനിന്റെ പ്രഖ്യാപനം, ബനൂ ഇസ്രായേൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. തന്നെ നശിപ്പിക്കാനായി ഒരു കുഞ്ഞ് പിറക്കുമെന്നോ അതുണ്ടായിക്കൂടാ. ഇസ്രായേലിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും തലവെട്ടുക. ഈ സമയത്താണ്, ഈ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മൂസ നബിയെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. വല്ലതും ഭയന്നാൽ കുഞ്ഞിനെ നദിയിലൊഴുക്കാൻ, വെള്ളത്തിലൊഴുക്കാൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ് തന്റെ കുഞ്ഞിനെ കിടത്താൻ വെള്ളം കയറാത്തതായ ഒരു ബോക്സ്, ഒരു പെട്ടി ഉണ്ടാക്കുകയാണ്. ആ പെട്ടിക്കകത്ത് തന്റെ കുഞ്ഞുമോനെ കിടത്തിയിട്ട് അതിൽ ഒരു കയറ് ബന്ധിപ്പിച്ച് ആ കയറ് തന്റെ കരയിൽ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ആ പെട്ടി ഒഴുക്കിവിടും. പാല് കൊടുക്കേണ്ട സമയമാകുമ്പോ ആ കയറിങ് വലിച്ചുകൊണ്ട് കുഞ്ഞിനെ പെട്ടിയിൽ നിന്നെടുത്തുകൊണ്ട് പാല് കൊടുക്കും, വീണ്ടും പെട്ടിയിൽ വെക്കും, അങ്ങനെ ഒഴുക്കിവിടും. അങ്ങനെ ഒരു ദിവസം അള്ളാഹുവിന്റെ അചഞ്ചലമായ ഖുദ്റത്ത്, അചഞ്ചലമായ ഖദാ കൊണ്ട് പെട്ടി കെട്ടിയിടാൻ മറന്നുപോയി. കുഞ്ഞിനെയുമായി ആ പെട്ടിയതാ നൈലിന്റെ ഓളങ്ങളിലൂടെ പോകുമ്പോൾ അവസാനമായി പെട്ടി എത്തുന്നത് എവിടെയാണ്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ കൊട്ടാരത്തിന്റെ അടുത്ത്. അന്തപുര സ്ത്രീകൾ പെട്ടിയെടുത്ത് ഫിർഔനിന്റെ ഭാര്യയാകുന്ന മഹദി ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ പെട്ടി തുറന്നു അത്ഭുതപ്പെട്ടുപോയി. സുന്ദരനായ ഒരു കുഞ്ഞുമോൻ. ആസിയ ബീവിയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ആ കുഞ്ഞുമോനോട് വല്ലാതെ ഒരു സ്നേഹം വിട്ടുപോയി. അള്ളാഹുവിന്റെ ഖലാ നോക്കണേ നിങ്ങൾ. അള്ളാഹുവിന്റെ അചഞ്ചലമായ ഖലാ, അചഞ്ചലമായ ഖുദ്റത്ത് നോക്കണേ. ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ബനൂ ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്നത്. അവസാനം ഫിർഔനിന്റെ അനുവാദത്തോടുകൂടെ ആ കുഞ്ഞുമോൻ വളരാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളരാൻ തുടങ്ങി. അങ്ങനെ വളർന്ന് ഏകദേശം ഇസ്ലാമിന്റെ പ്രബോധനം, നുബുവത്തിന് ശേഷം ഇസ്ലാമിന്റെ പ്രബോധനം കിട്ടി. പ്രബോധനം ചെയ്യേണ്ട സമയമായപ്പോൾ അള്ളാഹു നൽകിയതായ പ്രത്യേക മുഅ്ജിസത്ത്, തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയങ്ങ് നിലത്തിട്ടാൽ ഉഗ്രൻ സർപ്പമായി മാറുന്നു. ഇങ്ങനെ അത്ഭുത സംഭവങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഫിർഔന് തന്റെ ചുറ്റുഭാഗത്തുള്ള സാഹിര്യങ്ങളെ, മജീഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അവരും അതുപോലെ ചെയ്യുന്നു. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ സർപ്പം ചെന്നുകൊണ്ട് മറ്റുള്ള സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആസിയ ബീവി മൂസ നബിയെ കൊണ്ട് വിശ്വസിച്ചു. ഫിർഔനിന്റെ മോളും മൂസ നബിയെ കൊണ്ട് വിശ്വസിച്ചു പോയി, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഫിർഔനിനോട് ഒരുപാട് പ്രാവശ്യം മൂസ നബി പറഞ്ഞു, യജമാനനോട് പറയുന്നു, ഫിർഔനിനോട് പറയുന്നു, ഫിർഔനെ എല്ലാം കാണുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വേലയുണ്ട്. അല്ല മൂസ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് മൂസ മേലയായ റബ്ബ് എന്ന് ഫിർഔനും വാദിക്കുന്നു. അവസാനം ഇസ്ലാം ദീനിന്റെ പരസ്യമായ പ്രഖ്യാപനവുമായി ഫിർഔനുമായി ഏറ്റുമുട്ടേണ്ട സന്ദർഭം എത്തിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, മൂസ നബിയേ, നിങ്ങളുടെ അനുയായികളെ കൂട്ടി രക്ഷപ്പെടണം. മൂസാ നബിയും ബനൂ ഇസ്രായേലിലുള്ളതായ വിശ്വാസികളും കൂടിയിട്ട് അവിടെ നിന്ന് യാത്ര പോവുകയാണ്. ഈ യാത്രയറിഞ്ഞുകൊണ്ട് ഫിർഔനും സംഘവും മൂസ നബിയെ പിന്തുടർന്നു. അവസാനം
മുമ്പിൽ നോക്കുമ്പോ കടലാണ്, പിന്നിലാണെങ്കിലോ ഫിർഔനും സംഘവും തന്നെ പിന്തുടർന്നു വരുന്നു. കടലിൽ ചാടണോ അതല്ല ഫിർഔനിനും കൂട്ടാളികൾക്ക് മുമ്പിൽ കീഴടങ്ങണോ? ആ സമയത്താണ് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത്, സമുദ്രത്തിൽ അടിക്കൂ എന്ന്. വടികൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു. മൂസാ നബി തന്റെ കയ്യിലുള്ള വടികൊണ്ട് സമുദ്രത്തിൽ അടിക്കുകയും ആ സമുദ്രം പിളർപ്പായി മാറുകയും ചെയ്തു. സമുദ്രത്തിൽ രൂപപ്പെട്ടതായ വഴിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും സഞ്ചരിച്ചുപോയി. അവര് അക്കരയെത്തി. ഇവരെ പിന്തുടർന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയും ഫിർഔനിന്റെ കിങ്കരന്മാരും നടുക്കടലിലെത്തിയിട്ട് അവിടെ നടുക്കടലിലെത്തിയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആ സമുദ്രം പൂർവസ്ഥിതിയിലായി മാറി. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ യൂനുസ് സൂറത്തിൽ പറയുന്നുണ്ട്, വജാവസ്നാ ബിബനീ ഇസ്രായീലൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔന വജുനൂദുഹു ബഗ്യൻ വഅദ്വാ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഫിർഔന മുങ്ങിച്ചാവുന്ന സമയത്ത് പറഞ്ഞുപോയി, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ചതായ അല്ലാഹുവിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് ഫിർഔൻ പറഞ്ഞുപോയി. പക്ഷേ ആ സമയത്തുള്ള ഈമാൻ അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ. റൂഹ് തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കുകയില്ലല്ലോ. الآن وقد عصيت قبل وكنت من المفسدين. അല്ല പറയാണ്, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? വഖദ് അസൈത ഖബ്ലു, മുമ്പ് നീ അക്രമം കാണിച്ചു, നീ എതിര് പ്രവർത്തിച്ചു. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ പെട്ടവനായിരുന്നില്ലേ? ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഫൽയൗമ, ഇന്ന്, നുനജ്ജീക, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും, ബിബദനിക, നിന്റെ ശരീരത്തോടുകൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ ശരീരത്തിനെ രക്ഷപ്പെടുത്തി. 300-ലധികം വർഷം കടലിൽ കടന്നിട്ടും യാതൊരുവിധ കുഴപ്പവും പറ്റാതെ എന്നും ഈജിപ്തിലെ അൽ ഉലാ മ്യൂസിയത്തിൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഭൗതിക ശരീരമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഏത് ഭ്രാന്തനാണെങ്കിലും ഏത് പാവപ്പെട്ടവനാണെങ്കിലും ഏത് പണക്കാരനാണെങ്കിലും അവർക്കെല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ആരാരും തിരിഞ്ഞു നോക്കാത്തതായൊരു ഭ്രാന്തനുണ്ട്. ആരുമില്ല, മക്കളില്ല, സമ്പത്തില്ല, വീടില്ല, ഒന്നുമില്ല, കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ ആരുമില്ലാത്തതായ മനുഷ്യനെയും നമ്മൾ കൊണ്ടുവന്ന്, അവൻ മുസ്ലിമാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അവനെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് പള്ളിക്കാട്ടിൽ കബറടക്കുന്നു. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒന്നുമില്ലെങ്കിലും 6 അടി മണ്ണ് അവനും അവകാശപ്പെട്ടതാണ്. എന്നാൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 6 അടി മണ്ണ് പോലും നിഷേധിച്ചു. ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലുകയും ചെയ്ത ദിവസമാണ് മുഹറം 10 ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്ന സമയത്ത് ഒരു ഹദീസിൽ പറയുകയാണ്, ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ,
അശൂറായിന്റെ ദിവസം മുഹറം 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളെ കാണുകയാണ്. യഹൂദികൾ നോമ്പ് നോക്കുന്നതായി കാണുന്നു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദാ, എന്താണിത്, ഇന്ന് നിങ്ങൾ എന്തേ നോമ്പ് നോക്കുന്നത്? അവര് പറയുന്നു, യഹൂദികൾ പറയുന്നു, ഖാലു ഹാദാ യൗമുൻ സാലിഹുൻ, ഇതൊരു നല്ല ദിവസമാണ്, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇത് ബനൂ ഇസ്രായേലുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫസാമഹു മൂസ അലൈഹിസ്സലാം, അതുകൊണ്ട് മൂസാ നബി നോമ്പ് നോറ്റിട്ടുണ്ട്. ഫഖാല, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, അങ്ങനെയെങ്കിൽ നിങ്ങളെക്കാൾ മൂസ നബിയോടടുത്തവൻ ഞാനാണ്. അങ്ങനെ ഫസാമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നോമ്പ് നോറ്റു. മാത്രമല്ല അമറ ബിസിയാമിഹി, നോമ്പ് നോക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുഹറം 10 നോമ്പ് നോക്കുന്നത്. പിന്നെ മുഹറം 9 നോമ്പ് നോക്കാനുള്ള കാരണം സഹാബികൾ ചോദിച്ചു. ഇത് പറഞ്ഞപ്പോ നബിയെ, അങ്ങ് യഹൂദരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണോ, യഹൂദരുടെ ആചാരം കടമെടുക്കുകയാണോ? ഉടനെ നബി തങ്ങൾ പറഞ്ഞില്ല, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലാ സൂമന്ന താസിഅ, വരുന്ന വർഷം ഞാൻ ജീവിക്കുമെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പ് നോൽക്കുമെന്ന്. അതുകൊണ്ടാണ് മുഹറം 9 നോക്കുന്നത്. പക്ഷേ അടുത്ത വർഷമായപ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്നും വഫാത്തായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ അതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്, ജൂതരോട് എതിരാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞതായ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തതായ നോമ്പും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൽക്കൽപ്പങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായിരിക്കുന്ന അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അൻ സൗമി യൗമി ആശൂറാ, ആശൂറായിന്റെ മുഹറം 10 ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ, അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാനുള്ള നോമ്പാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, പാപികളാണ്, ദോഷികളാണ്, ദിനവും ദോഷങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. റഹ്മാനെ, നിന്നോട് ചോദിക്കാൻ അർഹതയില്ലെങ്കിലും ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ ഇൽമിനെ മുൻനിർത്തി ചോദിക്കുന്നു. അല്ലാഹ്, ഈ നല്ല ദിവസത്തിന്, മുഹറം 10 ദിവസത്തിന് ചോദിക്കുന്നു. റഹ്മാനെ, ഞങ്ങളുടെ സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്തു മാഫാക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും സഫലമാക്കണേ. റഹ്മാനെ, അല്ലാഹുവേ, ഈ ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ജീവിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാഹുവേ, ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. റബ്ബേ, ഞങ്ങളും 6 അടി മണ്ണിലേക്ക് പോവേണ്ടവരാണ്. റഹ്മാനെ, അവരുടെ അവസ്ഥ നീ നിനക്കല്ലാണ്ട് അറിയൂല. റഹ്മാനെ, അവര് വല്ല ഖബർ ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ അതിൽ നിന്നും രക്ഷപ്പെടുത്തണേ. റഹ്മാനെ, ഖബർ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കണേ. അല്ലാഹ്, റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജോലിയുടെ കാര്യത്തിൽ ശരിയാവാൻ വേണ്ടി, ബർക്കത്തിന് വേണ്ടിയിട്ട്, നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, നോക്കുന്ന ജോലി ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് റൂമിലൂടെ തന്നെ ഒരുപാട് പ്രവാസികൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അർഹമായ ജോലി നൽകണേ. അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളുടെയും അവരുടെയൊക്കെ കടങ്ങളെ വീട്ടിൽ തന്നെ റബ്ബേ, കടമില്ലാതെ മരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തണേ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശവും സഫലമാക്കണേ. അല്ലാഹ്, ഞങ്ങൾ പറയുന്നതും നല്ലത് പറയാനും പറയുന്നത് പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം നൽകണേ. അല്ലാഹ്, പടച്ചോനെ, നിന്നെ മറന്നുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകല്ല. റഹ്മാനെ, ജീവിക്കുന്ന കാലത്ത് അല്ലാഹുവേ, നിന്നെ പേടിച്ചുകൊണ്ട്, നീ എല്ലാം കാണുന്നവനാണ് എന്ന ബോധത്തോടുകൂടെ ജീവിച്ചുകൊണ്ട്, നിന്റെ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, റഹ്മാനെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലായി മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര്, ഔലിയാക്കൾ രൂപം കൊടുത്തതായ ഞങ്ങളുടെ പ്രസ്ഥാനം, മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ്
വരക്കൽ തങ്ങൾ, ശംസുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന കാളമ്പാടി ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്, മഹാനായിരിക്കുന്ന KT ഉസ്താദ് തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായിരിക്കുന്ന ഉലമാക്കൾ നേതൃത്വം നൽകി വന്നു. അവരെല്ലാവരും ഇന്ന് 6 അടി മണ്ണിലാണ് റബ്ബേ. അവരുടെയൊക്കെ ദറജകളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മക്കളെ നിങ്ങളും സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂട്ടി, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകളെ കൂട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ, മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ ഞങ്ങളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ജീവിക്കുന്ന കാലത്ത് ഒരാളുടെ മുമ്പിലും കരം നീട്ടി യാചിക്കേണ്ട, എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. മുഹറം 10 നല്ല ഭക്ഷണത്തെ വിശാലത കൊടുക്കേണ്ട ദിവസമാണല്ലോ അല്ലാ. പടച്ചവനെ, വരുന്നതായ വർഷം ഞങ്ങൾക്ക് നീ പട്ടിണി കിടത്തല്ല റബ്ബേ. പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് വരുത്തല്ല റബ്ബേ. പടച്ചവനെ, മരിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പരിപൂർണമായി മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിമൻ തഅല്ലഖു ബിനാ യാ ഗാഫിറൽ മുസ്ലിമീൻ. ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യുക. തോട്ടക്കാട് സാഹിബ് മൈക്കടിച്ച് ഞാൻ പനി